നമ്മൾ ഇന്ന് ചെയ്യുന്നത് സദ്യയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ക്യാബേജ് തോരൻ. നമ്മൾ പല തോരൻ ഉണ്ടാക്കും, ഇടിഞ്ചക്ക തോരൻ ഉണ്ടാക്കും, മിക്സഡ് വെജിറ്റബിൾ തോരൻ ഉണ്ടാക്കും, ക്യാബേജ് തോരൻ ഉണ്ടാക്കും. കോമൺ ആയിട്ട് തോരനിലെ രാജാവ് എന്ന് പറയുന്നത് സദ്യയിൽ ഒരെണ്ണം മെയിനായിട്ട് പറയുന്ന ഒരെണ്ണം ക്യാബേജ് തോരനാണ്. അപ്പോൾ ആ ക്യാബേജ് തോരൻ ഞങ്ങൾ സദ്യയിൽ എങ്ങനെ റെഡിയാക്കുന്നത് നിങ്ങളെല്ലാവരും കഴിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് ആണല്ലോ സദ്യയിലെ ക്യാബേജ് തോരൻ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് സിമ്പിളായിട്ട് നമുക്കുണ്ടാകും. അത് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കുന്നത്. നമ്മൾ സദ്യ സീരീസ് ചെയ്യാമെന്നുണ്ട്, ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ സദ്യ സീരീസ് ഇന്ന് തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് പോകെ ഓരോന്ന് ചേർക്കുമ്പോൾ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മളൊരു ഏകദേശം 1 കിലോത്തോളം നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് ചൂടായി വരണം. നമുക്ക് ആദ്യം കടുക് ചേർത്ത് കൊടുക്കുക. ആവശ്യം തീ കുറച്ച് വയ്ക്കുക. നമ്മൾ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഐറ്റം ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ചെറുപരിപ്പില്ലേ, പരിപ്പാണ് ഇതാ നമ്മൾ ചേർത്തുണ്ട്. അതൊന്ന് പൊട്ടി കെട്ടും. ജസ്റ്റ് ഒന്ന് ഇളകി കൊടുക്കാം. നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. പരിപ്പ് ചുവന്ന് വന്നുണ്ട്. ഈ സമയത്ത് ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്തുണ്ട്. ഞാൻ ഒന്ന് പൊട്ടി വരട്ടെ. ഈ ഒരു സമയത്ത് നമുക്ക് എടുത്തു വെച്ച ജീരകം ചേർത്ത് കൊടുക്കാം. കുറച്ച് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് പൊട്ടി വരട്ടെ. ജീരകം എപ്പോഴും ലാസ്റ്റ് ചേർക്കാവുള്ളൂ. അത് പെട്ടെന്ന് പൊട്ടണമായിട്ടാണ്, ഒന്ന് കരിയുകയും ചെയ്യും. എടുത്തു വെച്ചാൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എടുത്തു വെച്ചാൽ പച്ചമുളക്, ഒരു പച്ചമുളക് വലുത് നമ്മൾ എരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് എടുത്തു വെച്ചാൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇന്ന് മൂത്ത് വന്നിട്ടുണ്ട്, മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ജീരകം ഇത്തിരി വേണം നമുക്കത് ഇപ്പം ചേർത്ത് കൊടുക്കുക, കുഴപ്പമില്ല. നമ്മളെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് ഈ 1 കിലോ ക്യാബേജിലേക്ക്. 1 സ്പൂണും ഒരു ചെറുതായിട്ട് കുറച്ചും കൂടി. ഇതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ പൊടികളെല്ലാം ചേർത്തുണ്ട്. ഇനി നമുക്ക് ക്യാബേജ് എടുത്ത് 1 കിലോത്തോളം ക്യാബേജ് ഉണ്ട്, അത് ഇട്ട് കൊടുക്കുക. അത് കുറച്ചിപ്പോൾ ചേർത്ത് കൊടുക്കുക, നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം കേട്ടോ. ഓക്കെ, ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. മൂടി വെച്ച് വേവിക്കുക. ഒന്ന് വെന്തതിന് ശേഷം, ആവി വന്നതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ തേങ്ങ ചേർക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമുക്കിത് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ചെടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടിയാണ് തേങ്ങ ചിരണ്ടി വെച്ചാണ് നമുക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇവനെ ഒന്ന് പൊത്തി വയ്ക്കണം. തേങ്ങ നല്ലവണ്ണം പൊത്തി അടച്ച് വയ്ക്കണം. ഇങ്ങനെ വെച്ച് നല്ല ആവിയേറ്റിയെടുക്കണം. കണ്ടോ? ഇനി ഇവനൊന്ന് മൂടി വെച്ച് ആവിയേറ്റിയെടുക്കുമ്പോഴാണ് നമ്മുടെ ഐറ്റം റെഡിയായി വരുന്നത്.
അപ്പോൾ അത് നമ്മളൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ജോനൂട്ടനാണെങ്കിൽ ഇന്നലെ 1.5 വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ ആയിരുന്നു. അപ്പോൾ പുള്ളി അത് ചെയ്തിട്ട് അതിൻ്റെ വേദനയൊക്കെ ആയതുകൊണ്ട് ആകെ കരച്ചിലും ബഹളമാണ്. അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. അതുകൊണ്ടാണ് പുള്ളി ഇന്ന് വലിയ കാര്യമായിട്ട് വീഡിയോയിലും വരാഞ്ഞത് കേട്ടോ. ഒന്നുകൂടെ തുറന്നിളക്കി കൊടുക്കുക. ഒരുമാതിരി കായ തന്നെ ഉണ്ട്. ഒരു 5-10 മിനിറ്റുള്ള സാധനം റെഡിയാവും. ആ ഉഴുന്നിൻ്റെയും കടുകിൻ്റെയൊക്കെ മണം വന്നു അതിൻ്റെ ജീരകം കിട്ടതിൻ്റെ ഒന്നുകൂടെ വലിയാനുണ്ട്. ആ വലിയ കഴിയുമ്പോൾ സെറ്റാവും. അതുവരെ ഒന്ന് മൂടി വയ്ക്കാം. ഇത് നമ്മുടെ തോരനതാണ്. നമ്മളിവിടെ തോരനോട് റെഡി ആയിട്ടുണ്ട്. സദ്യ സ്പെഷ്യൽ തോരൻ. നമ്മളെ സദ്യക്ക് നമ്മൾ നോക്കുന്ന തോരനാണ്. അപ്പോൾ നമ്മുടെ സദ്യ സീരീസിലെ ആദ്യത്തെ ഐറ്റം ആയ തോരൻ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി ഇതേപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോസ് കാണാനായിട്ട് നമ്മളുടെ കൂടെ നിൽക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.